അന്യം നിന്ന് വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നാട്ടുകാർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാക്കണമെന്ന് നാട്ടുകാരുടെയും ആവശ്യമുണ്ട്. മറ്റു സ്കൂളിലെ കുട്ടികൾക്കും അത് പ്രയോജനപ്പെടുമല്ലോ എന്ന് കരുതി അത് ഒരു പബ്ലിക് ലൈബ്രറി ആയി ബ്ലോക്കിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് യു സൈനുദ്ദീൻ അവർ, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ബാബു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി, പ്രിയപ്പെട്ട സരോജ ദേവി ടീച്ചർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാഷ്, അറിവിലൂടെ അവരുടെ സംസ്കാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു അവസരം ഒരുക്കുകയാണ് ഈ ഒരു നല്ല തീരുമാനത്തിലൂടെ ചെയ്യുന്നത്. ആദ്യമായി ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച ആൾ അത് ആരായാലും അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കണം. തീർച്ചയായും ഇങ്ങനെ ഒരു സംവിധാനം പ്രത്യേകിച്ച് പൊതുജനങ്ങളിൽ വെച്ചിട്ടാണ്. തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അറിയിക്കുകയും ആ ഭാഗത്തുള്ള കുട്ടികൾ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ എടുത്തൊരു തീരുമാനം തീർത്തും ധന്യമാകും. ലളിതമെങ്കിലും പ്രോജ്വലമായ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. തീർത്തും മാതൃകപരമായ ഒരു പദ്ധതിയാണ്. ഞാൻ ഈ സ്കൂളിലെ അധികൃതരെ, PTA കമ്മിറ്റിയെ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വായന മരിക്കുന്നു എന്ന് ചില ആളുകളെങ്കിലും പറയപ്പെടുന്ന കാലത്താണ് നമ്മളുള്ളത്. ഇല്ല, വായന മരിക്കുകയൊന്നുമില്ല. എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്. വായനയെ മരിക്കാൻ വിട്ടുകൂടാ. കുട്ടികൾക്കൊക്കെ പ്രചോദനമാണ്. അവർ വളർന്നു വരുമ്പോൾ അവരിവിടുന്ന് എപ്പോഴൊക്കെയോ മാഷ നിർബന്ധം കൊണ്ടോ മറ്റോ പുസ്തകം നോക്കിയിട്ടുണ്ടാകും. അല്ല, എനിക്ക് ആ ലൈബ്രറി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, എൻ്റെ പുസ്തകപ്പുരയിൽ എനിക്ക് എത്തേണ്ടതുണ്ട് എന്ന് പോയാലും അവരിങ്ങോട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാന്തശക്തി പോലെ ഭാവിയിലും അവർക്കിതൊരു പ്രചോദനമാകാൻ, ഇത് തുടരാൻ ഇത് ഒരു പ്രോത്സാഹനജനകമായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഉത്ഭവ കേന്ദ്രത്തെ, ആ വ്യക്തിയെ ഞാൻ ഇവിടെ വെച്ച് ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും അവരെ ഇവിടെ വെച്ച് ഞാൻ ആദരവപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. ഇതൊരു മാതൃകയാണ്. ഞാൻ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം എൻ്റെ അകത്താരിൽ നിന്ന്, അകക്കാമ്പിൽ നിന്ന് പറിച്ചെടുത്ത അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. ഇതിന് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ ചെയ്യും. വളരെ സന്തോഷകരവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം റഹ്മാമാഷ് ലൈബ്രറിയിൽ നിന്ന് പിരിഞ്ഞുപോയി. റിട്ടയർ ചെയ്ത ആളെന്തിനാ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ ഉണ്ടായെങ്കിലും ഒരു ധീരമായ തീരുമാനമെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് അന്നത്തെ PTA പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിലൊരു ചെറിയ കണ്ണിയാവാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രൗഢമായ ചടങ്ങ്, കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സമൂഹത്തിൽ എണ്ണപ്പെട്ട വ്യക്തികളാണ്, മികച്ച വായനക്കാരാണ്. വായനക്കാർ ഇത്രയും സമയം ഒത്തുകൂടണമെങ്കിൽ തീർച്ചയായും അതിനുള്ള വേദി ലൈബ്രറി മാത്രമാണ്. പുറകിലിരിക്കുന്ന കുട്ടികൾ വരെ മികച്ച വായനക്കാരായിരിക്കും എന്നുള്ളതും എനിക്ക് ഉറപ്പാണ്. മികച്ച ഒരു അധ്യാപകൻ വീണ്ടും ലൈബ്രറിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം ഈ വിദ്യാലയത്തിലുണ്ട്. കാരണം ഞാനും റഹ്മാൻ മാഷും ഇവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് ആ ഒരു വിങ് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നു. കാരണം അവിടെ 3 IT ലാബുകൾ ഉണ്ടായിരുന്നു. IT ലാബിന്റെ ചുമതലക്കാരൻ എന്നുള്ള രീതിയിൽ ഞാനും, അതിന്റെ ഇപ്പുറത്തുള്ള ലൈബ്രറി കോട്ട പോലെ കാത്തു സൂക്ഷിക്കുന്നതിൽ റഹ്മാൻ മാഷും ഇവിടെ ഉണ്ടായിരുന്നു. വായനക്കാരായ കുറെ അധ്യാപകരുടെ കൂട്ടായ്മയും ഇവിടെ ഉണ്ടായി. ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഞാനും എടുക്കും. കാരണം വായന എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം എന്ന രീതിയിൽ ഇവിടെ PTA ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള രീതിയിൽ അത് നമ്മുടെ മുനിസിപ്പാലിറ്റി അറിയിക്കണം. മുനിസിപ്പാലിറ്റിയുടെ അനുമതിയോടുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. മുനിസിപ്പാലിറ്റി നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ സഹർഷം വളരെ വ്യക്തമായി തന്നെ അവരതിന് അനുമതി നൽകുകയുണ്ടായി. 14 ജില്ലകളിൽ ഒരുപക്ഷെ ഒരു ജില്ലയിൽ മാത്രമാണ് ഈ ഇത്രയും സ്കൂളുകളിൽ ഒരു സ്കൂളിൽ മാത്രമായിരിക്കും ഇതുവരെ പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു. ഞാൻ MLA യോട് പറയായിരുന്നു, അദ്ദേഹത്തിന് വളരെയധികം അഭിമാനിക്കാൻ നിയമസഭയിൽ
പിന്നെ പറയാൻ കഴിയും. 141 നിയോജക മണ്ഡലങ്ങളിൽ ഒരു സ്കൂൾ നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ മാത്രമാണ് ഇങ്ങനെ പബ്ലിക് ലൈബ്രറി ഉള്ളത്. എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂള് ഇങ്ങനെ ഡൊണേറ്റഡ് ബുക്സ്, ഞാൻ പറയുന്നു, അണ്ടർലൈൻ ചെയ്ത് തന്നെ പറയുന്നു, ഡൊണേറ്റഡ് ബുക്സ് ആണ് പബ്ലിക് ലൈബ്രറി ആക്കിയിട്ടുള്ളത്. വായനയിൽ താല്പര്യമുള്ള ഓരോരുത്തരും വായിക്കണം, വായിച്ചു വളരണം എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ശൈലി, ആ ഒരു ശൈലിയിലാണ് നമ്മൾ ഈ ലൈബ്രറി ഒരു തുറന്ന ലൈബ്രറിയായി സ്കൂൾ പ്രവർത്തിക്കാത്ത ദിവസങ്ങളിൽ ഒരു നിശ്ചിത ഇടവേളയിൽ നൽകുന്നു. ഇത് മുനിസിപ്പൽ ലൈബ്രറി പോലെ തന്നെ മികച്ചൊരു സംവിധാനമായി മാറും. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല വായനയും നല്ല ചിന്തയും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. അങ്ങനെ നല്ല വായനയും നല്ല ചിന്തയുമുള്ള കുട്ടികൾ ഭാവിയിൽ അവർ നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയരത്തിലെത്തുമ്പോൾ അവർക്ക് അതുപോലെ വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, സമൂഹത്തിനോട് ഒരു എമ്പതി ഉണ്ടാവും, സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ആർജവം ഉണ്ടാവും. അങ്ങനെ വിശാല മനസ്കരായ, ചിന്താശക്തിയുള്ള, മിടുമിടുക്കരായ കുട്ടികളായി ഒരു വിദ്യാലയത്തിലെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ആ വിദ്യാലയത്തിലെ ലൈബ്രറിക്ക് കഴിയും. ഉപേക്ഷിച്ചു പോകാൻ ഇടയുണ്ടായിരുന്ന ധാരാളം കടമ്പകൾ മറികടന്നാണ് ഇത് പൂർത്തിയായിട്ടുള്ളത്. ലൈബ്രറികൾ വളരെ കുറവാണ്. ആകെ നഗരസഭയുടെ ഒരു ലൈബ്രറി മാത്രമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. ഏറ്റവും മികച്ച ലൈബ്രറികളിൽ ഒന്നാക്കി ഇതിനെ മാറ്റാനും സാധിക്കും. ആ ഭാവിയെ കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ട് 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയത്. അതിനുശേഷം ഇവിടെ സ്കൂൾ സന്ദർശിക്കുകയും മാഷുമായിട്ട് കുറേ സംസാരിക്കാനും മാഷിൻ്റെ കുറേ ആഗ്രഹങ്ങളോ ആശയങ്ങളൊക്കെ പറയുമ്പോൾ വെറുതെ ഒരു ആശയത്തിനപ്പുറം അത് നടത്താൻ സാധിക്കൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത്രയും സ്കൂളുകളിൽ നമ്മളെ കേരളത്തിലുള്ള ഇത്രയും സ്കൂളിൽ ആദ്യമായിട്ട് ഒരു സ്കൂളിൽ പബ്ലിക്കായിട്ട് ലൈബ്രറി കൊടുക്കാനുള്ള ഒരു ആശയം കൊണ്ടുവരും. ആ ആശയം എത്രത്തോളം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ അഭിമാനം ഏറെയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് ഡി സാറ്, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇന്ന് 3 പരിപാടികളാണ് ഇവിടെ സ്കൂളിനകത്ത് നടന്നിട്ടുള്ളത്. ടോയ്ലറ്റ് ഉദ്ഘാടനം, മറ്റു വ്യക്തികളുടെ കൂടെ സഹകരണത്തോടുകൂടി സ്കൂളിലെ പോരായ്മകൾ ഏതാണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണം, തുടങ്ങണമെന്നൊക്കെ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. വീട്ടിലുള്ള പ്രത്യേക അംഗങ്ങളെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ പരിഹരിക്കപ്പെടുന്നു. എല്ലാവർക്കും നന്ദി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PTA പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് വൈസ് പ്രസിഡന്റായിട്ട് അതിൻ്റെ കൂടെ ഒപ്പം നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കാനും ഇന്ന് ഈ സംരംഭം ഇവിടെ പ്രാവർത്തികമാകുന്ന ഈ സുദിനത്തിലും PTA വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടെ റഹ്മാൻ മാഷിന്റെ കൂടെ ഏത് സമയത്തും എന്ത് കാര്യത്തിന് വിളിച്ചാലും ഓടി വരാനും അതിൻ്റെ കൂടെ നിൽക്കാനും എന്നും ശ്രമിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഇതിനൊരു അംഗമാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി ഇനിയും ഈ സംരംഭം തുടർന്ന് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകൾ തന്നുകൊണ്ട് നിർത്തുന്നു. തുടക്കം മുതൽ ഇതിന്റെ ഒരു ആശയം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച റഹ്മാൻ മാഷ് സംസാരിക്കുന്നത് പ്രസംഗിച്ച് ശീലമൊന്നുമില്ല, എങ്കിലും ഞാൻ ലൈബ്രറിയുടെ കാര്യം പറയാം. നമ്മുടെ സ്കൂളിൽ 900-ൽ കൂടുതൽ കുട്ടികൾ നിരന്തരമായി പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കുട്ടി പോലും ഇവിടെ ഒരു ദുഷിച്ച പ്രവർത്തനത്തിലും ഏർപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടില്ല. ആനന്ദമാഷ് അതിന് സാക്ഷിയാണ്. അതായത് വായന കുട്ടിയെ ഉന്നത നിലവാരത്തിലെത്തിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ അതിന് നമ്മൾ കുറച്ച് നിയമാവലികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതു അവധി ദിവസങ്ങളിൽ 11 മണി മുതൽ 2 മണി വരെയാണ്. 2 ആഴ്ചയാണ് പുസ്തകം കയ്യിൽ വയ്ക്കാനുള്ള സമയം. പിന്നീട് അതിൻ്റെ നിയമാവലിയും ഭരണഘടനയും ഒക്കെ അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. അത് ബഹുമാനപ്പെട്ട DD അംഗീകരിച്ച് നമുക്ക് തരും. ഇപ്പോൾ ഇവിടെ ഈ ചുമതല നിർവഹിക്കുന്നത് യാതൊരു പ്രതിഫലവും വരാതെയാണെന്നുള്ളത് കൂടി പ്രത്യേകത ഉള്ളത് തന്നെയാണ്. നമുക്കറിയാം, പുതുതലമുറയ്ക്ക് വായനാശീലം വളരെ കുറവാണ്. ഇന്ന് വായന തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ലൈബ്രറി പബ്ലിക് ലൈബ്രറി തുറന്നു കൊടുക്കുന്നത്. എല്ലാ പൊതുജനങ്ങൾക്കും വായനാശീലം വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വായനയ്ക്ക് പ്രചോദനം കൂടി നൽകുകയാണ് ഈ പ്രവർത്തനം. വിശ്രമവേളയിലും നമ്മുടെ റഹ്മാൻ മാഷ് വായനയ്ക്ക് തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആ മാഷ് എത്രത്തോളം നമുക്ക്
അഭിനന്ദിക്കാൻ കഴിയും. അതിന് പരിമിതിയില്ല. അവതരിപ്പിക്കുന്നത് മാഷാണ്. ആ സമയത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്ക് കത്തുകളെല്ലാം കൊടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങൾക്ക് വേണ്ടിയും പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയും ചെയ്യേണ്ടത്. നമുക്കറിയാം, ഈ പ്രദേശത്തുള്ള ജനങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളും സ്കൂളുമായുള്ള ഒരു ഒത്തുചേരലിന് വേണ്ടി നടത്തുന്ന ഈ എല്ലാ വിധത്തിലുള്ള ആശംസ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ലൈബ്രറി കൗൺസിലിൻ്റെ എല്ലാവിധ ആശംസകളും ഈ സംരംഭത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മാതൃഭൂമി ബുക്സുമായി സഹകരിച്ചുകൊണ്ട് വയസ്സുകളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് പുസ്തകങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന വാഗ്ദാനവും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് എല്ലാ അർത്ഥത്തിലും ഇതിന്റെ വളർച്ചയിൽ പങ്കുവഹിക്കുന്ന കല ടീച്ചറാണ് ഇതിന് നന്ദി രേഖപ്പെടുത്തുന്നത്. കല ടീച്ചറെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പല സഹായഹസ്തങ്ങളുണ്ട്. എല്ലാവരേക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയണം. അതോടൊപ്പം ഇന്ന് കാലം നമുക്ക് തന്ന ഈ സുദിനത്തിൽ നമുക്ക് അധ്യക്ഷം വഹിച്ച സ്വാഗതം പറഞ്ഞ സിന്ധു ടീച്ചർക്കും അതുപോലെ തന്നെ അധ്യക്ഷയായിട്ടുള്ള ശ്രീ AP നസീമ അവർക്കും ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിന് നന്ദിയുണ്ട്. ധാരാളം സഹായ ഹസ്തങ്ങൾ നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ അധ്യാപകരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള അന്ന് പ്രശംസിച്ചിട്ടുള്ള എല്ലാ സുമനസ്സുകൾക്കും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരത്തിൽ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, കാലത്തിനോട് തന്നെ ചൊല്ലിക്കൊണ്ട് എൻ്റെ വാക്കുകൾ എല്ലാവരുടെയും മുന്നിൽ നിർത്തുന്നു.